ഹായ് ഓൾ, ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ കുറച്ച് പാചകത്തിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ അടുക്കളയിൽ ചെയ്യുന്നത് അരി കഴുകിയിട്ട് സ്റ്റവിന് മുകളിലേക്ക് വെക്കും. വെള്ളം അരി മുഴിട്ടാണ് ഞാൻ ഒപ്പം അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ രാവിലത്തെ ചായക്ക് കടിയായിട്ട് ഉപ്പുമാവാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരു സവോളയും കുറച്ച് ബീൻസും ഒരു ക്യാരറ്റുമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും എടുക്കുന്നുണ്ട്. ഇനി ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 1 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെജിറ്റബിൾസ് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്കാവുന്ന വരെ വാട്ടിയെടുക്കാം. ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗവ് കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കും. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് വാടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് വറുത്ത റവ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിന് പാകമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത്. നമുക്ക് റവ വെന്താലാണ് ഉപ്പുമാവ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെള്ളം പെട്ടെന്ന് തന്നെ വറ്റി കിട്ടും. ഈ ഉപ്പുമാവ് കഴിക്കാനാണ് ടേസ്റ്റ്. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ആദ്യം തന്നെ ചായ കുടിക്കട്ടെ. അപ്പോൾ ഉപ്പുമാവ് എടുത്ത് ഇതിലേക്ക് നല്ല ചൂടുള്ള കട്ടൻ ചായ കൂടിയിട്ട് ചായ കുടിച്ചതിന് ശേഷം നമുക്കിനി ഉച്ചക്കലത്തെ പരിപാടി തുടങ്ങാം. ഇനി ഉച്ചക്കൽക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബീട്രൂട്ടാണ് ഉപ്പേരിക്ക്. അപ്പോൾ ഇന്ന് ഉച്ചക്കൽക്ക് ബീട്രൂട്ട് ഉപ്പേരിയും വെള്ളരിക്ക മോരുകറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീട്രൂട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി കുറച്ച് പച്ചമീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. മാന്തലും വാങ്ങിയിട്ടുണ്ട്, നത്തലും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാന്തൽ ആദ്യം മസാല പരട്ടിയിട്ട് ഒരു ബൗളിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. നത്തലാണ് ഇന്ന് വറുക്കുന്നത്, മാന്തൽ നാളെയാണ് വറുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിനീഗറും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ടാണ് ഞാൻ മീൻ മസാല പരട്ടി വെക്കുന്നത്. വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. നമ്മളിപ്പോഴും മസാല പെട്ടെന്ന് പരട്ടിയിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. വെള്ളത്തിന് പകരം വെളിച്ചെണ്ണ ചേർത്തിട്ട് നമ്മൾ മസാല പരട്ടി വെച്ചാൽ മതി. വറുക്കുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇങ്ങനെ പരട്ടുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും. ബീട്രൂട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ, ഒരു 1/4 മുറിയൊക്കെ തേങ്ങ മതിയാവും. അതിലേക്ക് 2 ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടിയിട്ട് ചതച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പിലയും കടുകും കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ താളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ അടിപൊളി ബീട്രൂട്ട് ഉപ്പേരി തയ്യാറായിട്ടുണ്ട്. ഇനി വെള്ളരിക്ക മോരുകറി ഉണ്ടാക്കാം. മൺചട്ടിയിലേക്ക് വെള്ളരിക്ക നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. 4 പച്ചമുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്,
നമുക്ക് ഈ വെള്ളരിക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നമുക്ക് സ്റ്റവിൻ്റെ മുകളിലേക്ക് വെക്കാം. വെള്ളരിക്കൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള മോര് ചേർത്ത് കൊടുക്കാം. ഒരുപാട് മോര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് 1 മുറി തേങ്ങയും 4 അല്ലി ചെറിയുള്ളിയും 1/4 ടീസ്പൂണോളം നല്ല ജീരകവും ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പിലയും കടുകും ഉലുവ വറ്റൻമുളക് എന്നിവ വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മീനും കൂടി വറുത്തെടുത്താൽ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും